രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ചു ഇന്ന് CPIM. കേസിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുക സാധാരണമാണെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തെ ഹീറോ ആക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്നും എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സക്ക് അയക്കുക, പരിശോധിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ളൊരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക, ജാമ്യം കൊടുക്കാതെ ജയിലിലടക്കുക. ഇത്രയും വന്നപ്പോൾ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം? ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ വിശദീകരണം. പോലീസ് എടുക്കുന്ന നിലപാടുകൾ പലതും ഇടതുകൊണ്ട് ജനാധിപത്യമുന്നണി ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയല്ലേ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെയല്ലേ തൃശ്ശൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂര് ഒരു SFI വിദ്യാർത്ഥിയെ പോലീസുകാർ വീട്ടിൻ്റെ അകത്ത് തന്നെ പിടിച്ചുകൊണ്ടുപോയത്, അമ്മേന്റെ മുമ്പിൽ നിന്നല്ലേ പിടിച്ചുകൊണ്ടുപോയത്. അല്ലാണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മാത്രമല്ലല്ലോ അങ്ങനെ പിടിച്ചത്, ഒരാളെ പിടിച്ചിട്ടുണ്ട്. സജോ ദേവസ്യ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പമുണ്ട്. സജോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ചെയ്ത രീതിയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും ഒക്കെയാണല്ലോ വിവാദമായിരിക്കുന്നത്. പോലീസ് നടപടി രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. എങ്ങനെയാണ് ഈ പോലീസിന്റെ നടപടിയെ CPM സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചത്? CPIM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കേസുണ്ട്, അതിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകും, അത് പ്രതിഷേധിച്ചതുകൊണ്ടോ മറ്റോ കേസ് ഉണ്ടാകില്ല. സമരം ചെയ്യുമ്പോൾ കേസിനെയും അറസ്റ്റിനെയും ഒക്കെ നേരിടാനുള്ള ആർജവം വേണം. അതിനുവേണ്ടിയും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോടതിയിൽ പോവുകയല്ല വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പോലും അത് തെറ്റാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന വാദം പോലും കോടതി അംഗീകരിച്ചില്ല. അതുകൊണ്ട് കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ചെയ്യേണ്ടത് സമരങ്ങൾ നടത്തുമ്പോൾ അതിന്റെ നിയമപരമായ കോൺസിക്വൻസസിനെ നേരിടാനുള്ള മനസ്സ് കൂടി വേണം, അതിനുള്ള ആർജവം വേണം. ആ ആർജവം കാണിക്കുന്നില്ല. മറ്റൊരു വാദം, പോലീസിന്റെ ഈ നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഹീറോ ആക്കാൻ പര്യാപ്തമാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ മാറിയത് എന്ന വ്യാഖ്യാനമുണ്ട്. അത് പക്ഷേ മാധ്യമങ്ങൾ മാത്രം നടത്തുന്ന വ്യാഖ്യാനമാണ്. പല മാധ്യമങ്ങളും ചോദിക്കാൻ ശ്രമിക്കുന്നു, അത് ഹീറോ ആക്കുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഹീറോ ആക്കുന്നതിന് തുല്യമായില്ല എന്നതാണ്. അത് മാധ്യമങ്ങളാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പോലീസിന്റെ നടപടി അങ്ങനെയല്ല. SFIയുടെ നേതാവിനെ അടക്കം പിണറായി വിജയൻ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരിക്കുന്ന ഈ ശരി സജോ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് സജോ, അതുകൊണ്ട് ക്ലാരിറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഏതായാലും CPM ഇതിനെ ന്യായീകരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. ഇതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹീറോ ആക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണ് എന്ന ഒരു കുറ്റപ്പെടുത്തലും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നടത്തി. സജോ ദേവസ്യ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.